എക്സലൻ്റ് ഇളമ്പയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ തേങ്ങ എന്ന് പറയുന്നൊരു കഥയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. പാഠത്തിൻ്റെ പേരെന്താ? തേങ്ങ. അക്കമ്മ ഉറക്കത്തിലാണ്. ഇന്ന് വൈകുന്നേരമാണ് അവൾ ഇവിടെ എത്തിയത്. അക്കമ്മ ഉറക്കത്തിലാണല്ലേ. അപ്പോൾ എന്നാണ് ഇവിടെ എത്തിയത്? വൈകുന്നേരം അല്ലേ. നാടോടികളും വഴിഭാണിപ്പക്കാരും മലയാളത്താന്മാരുടെ നാട്ടുപണികൾക്ക് വരുന്നവരും പെട്ടിഭാണ്ഡങ്ങളും അലുമിനിയ പാത്രങ്ങൾ നിറച്ച വലിയ ചാക്കുകെട്ടുകളും കുരങ്ങനും കുട്ടികളും തത്തക്കൂടും എല്ലാം കുത്തി നിറച്ച ഒരു ബസ് പട്ടണത്തിൽ വന്നു നിന്നു. അപ്പോൾ ആ ബസ്സിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? വഴിപാണിപ്പക്കാരും നാടോടികള് മലയാളത്താന്മാരുടെ നാട്ടുപണികൾക്ക് വരുന്നവര് പെട്ടിഭാണ്ഡങ്ങളും അലുമിനിയ പാത്രങ്ങളും നിറച്ച വലിയ ചാക്കുകെട്ടുകളും കുരങ്ങനും കുട്ടികളും തത്തക്കൂടും എല്ലാം കുത്തി നിറച്ചിട്ടുള്ള ഒരു ബസ് അല്ലേ. എവിടെയാണ് വന്നു നിന്നത്? പട്ടണത്തിൽ വന്നു നിന്നു. മയിലെണ്ണ വിൽക്കുന്ന ശങ്കരനും തോട്ടം കിളയ്ക്കുന്ന കാളിമുത്തുവും അവളുടെ അയൽക്കാരാണ്. അപ്പൊ ആരൊക്കെയാണ് അവളുടെ അയൽക്കാര്? മയിലെണ്ണ വിൽക്കുന്ന ശങ്കരനും തോട്ടം കിളയ്ക്കുന്ന കാളിമുത്തുവും. അതുകൊണ്ട് അപരിചിതമായ നഗരം അവളെ തെല്ലും ഭയപ്പെടുത്തിയില്ല. പിന്നീട് അക്കമ്മയും ശങ്കരനും മറ്റൊരു വൃത്തിയുള്ള ബസ്സിൽ കയറി. കല്യാണ വേഷത്തിൽ കയറുന്ന പെണ്ണുങ്ങളെ കൊണ്ടും അലക്കിത്തേച്ച സൂട്ട് ധരിച്ച ആണുങ്ങളെ കൊണ്ടും ബസ് നിറഞ്ഞു. അപ്പോൾ ആ ബസ്സിലുള്ള ആൾക്കാരെ കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിലെ ആളുകളെ അവൾക്ക് നന്നേ പിടിച്ചു. പലതും സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നവരാണോ എന്ന് പോലും അവൾ സംശയിച്ചു. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായിരുന്നു എന്നാണ് അർത്ഥം. അടുത്തിരുന്ന അക്കമ്മയോട് ശങ്കരണ്ണൻ പറഞ്ഞു, പേടിക്കേണ്ട, നല്ല ആൾക്കാരാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുണ്ട്, നിന്റെ പ്രായം. അവനൊരു ചേച്ചിയുണ്ട്, കോളേജിലെത്തി. പിന്നെ അമ്മ അച്ഛൻ ദൂരെയാണ്. എല്ലാ പണിക്കും യന്ത്രങ്ങളുണ്ട്. പണി അവൾക്കും പ്രശ്നമല്ലായിരുന്നു. പണി ചെയ്ത് ജീവിക്കാനാണല്ലോ അവളെ അപ്പനും അമ്മയും പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടുജോലിക്ക് എങ്ങാണ്ട് പോകുന്ന കുട്ടിയാണല്ലേ അക്കമ്മ. പകൽ അപ്പൻ്റെ കൂടെ വീട് വിട്ടിറങ്ങി തോപ്പിൽ ഹോസ് വച്ചു നനയ്ക്കാൻ അപ്പനെ അവൾ സഹായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അപ്പൻ്റെ കൂടെ പോയിട്ട് എന്താണ് ഹോസ് വെച്ച് തോപ്പ് മുഴുവൻ നനയ്ക്കാനായിട്ട് ആരെ സഹായിക്കുമായിരുന്നു? അപ്പനെ ഇവള് സഹായിക്കുമായിരുന്നു. അപ്പൻ അവൾക്ക് കുഴലപ്പവും ചായയും മേടിച്ചു കൊടുത്തിരുന്നു. അപ്പനെ ഓർത്ത് അവൾ മെല്ലെ കരഞ്ഞു, ശങ്കരണ്ണൻ അറിയാതെ. അപ്പോൾ അച്ഛനെ ഓർത്തപ്പോൾ ആ കൊച്ചിന് എന്താണ് വിഷമം വന്നല്ലേ. ബംഗ്ലാവിലെത്തിയപ്പോൾ അവൾ അതിശയിച്ചു പോയി. കൊട്ടാരം തന്നെ, എത്ര ജനലുകൾ, എത്ര മുറികൾ. മുഖം കണ്ട് തറയിലൂടെ നോക്കാം. തറയും ജനൽ ചില്ലുകളും ചുമർക്കണ്ണാടികളും മേശപ്പുറങ്ങളും അവളുടെ മുഖം കാണിച്ചു കൊടുത്തു. കണ്ടോ നിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു? അവളുടെ സ്വന്തം കുടിലിൽ മൺചുമരിൽ പതിച്ചു വെച്ച ഒരു കണ്ണാടി കഷ്ണമാണ് അവളെ മുഖം കാണിച്ചിരുന്നത്. അപ്പോൾ ആ വലിയ വീടിന്റെ എല്ലാവിധ വർണ്ണനകളും, അത് എത്രത്തോളം വലുതാണ്, എത്രത്തോളം ആർഭാടം നിറഞ്ഞതാണ് എന്നൊരു വർണ്ണന നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഈ വരികളിലൂടെ അല്ലെ. അവളുടെ സ്വന്തം കുടിലിൽ മൺചുമരിൽ പതിച്ചു വെച്ച ഒരു കണ്ണാടി കഷ്ണമാണ് അവളെ മുഖം കാണിച്ചിരുന്നത്. പിന്നെ തോപ്പിലെ വലിയ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം കയറ്റിവിടുന്ന കുളം ഒരു പച്ച കണ്ണാടിയായിരുന്നു. കുളത്തിൽ നമ്മൾ മോഞ്ചെന്ന് നോക്കിയാൽ തെളിഞ്ഞു നിൽക്കുന്ന വെള്ളമാണെങ്കിൽ നമ്മുടെ മുഖം കാണാൻ പറ്റും. വെള്ളത്തിനടിയിലുള്ള ഒരു വെളുത്ത പാടയുണ്ട്. ഇടയ്ക്ക് വെള്ളം പാലിറ്റി വീണതുപോലെ കലങ്ങി. ഒരു തെളിഞ്ഞ മുഖം കാണാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കവിളിൽ കാണപ്പെട്ട കണ്ണീരുണങ്ങിയ നൂൽച്ചാല് കണ്ടു. അവൾ പാവാടത്തുമ്പുയർത്തി അമർത്തി തുടച്ചു. അപ്പോഴാണ് പണ്ടങ്ങൾ അണിഞ്ഞത്. മേക്കപ്പ് ചെയ്ത് വീട്ടമ്മ ഉമ്മറത്ത് പ്രത്യക്ഷപ്പെട്ടത്. അവളുടെ മുഖം തെളിഞ്ഞു. അവസാനം നീ വാക്കു പാലിച്ചു അല്ലേ ശങ്കര? ശങ്കരണ്ണന് ചായയും പുട്ടും ഒരു കടലാസ് പ്ലേറ്റിൽ കൊണ്ടുവന്നു കൊടുത്തു. പിന്നെ പാലൊഴിച്ച ചായയും. അപ്പോൾ വീട്ടമ്മ വന്ന അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ്? അപ്പോൾ വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞാൽ വീട്ടുവേലയ്ക്ക് ആളെ കൊണ്ടുവന്നല്ലോ എന്നർത്ഥത്തിൽ. എന്നിട്ട് അയാൾക്ക് കഴിക്കാനായിട്ട് ആഹാരവും കൊടുക്കുന്നുണ്ട്. ചായ കുടിക്കാനിരിക്കും മുൻപ് ശങ്കരണ്ണൻ പറഞ്ഞു, അകത്തേക്ക് ചെല്ല്. അവൾ അടിവച്ച് വീട്ടമ്മയ്ക്കൊപ്പം അകത്തെത്തി. അവർ ഒരു തോർത്തും സോപ്പും നൽകി അവളോട് പറഞ്ഞു, ആദ്യം മുറ്റം തൂക്കണം, പിന്നെ കുളിമുറിയിൽ ചെന്ന് കുളിച്ചുടുപ്പ് മാറ്റി വരൂ. ആദ്യം മുറ്റം തൂക്കണം, അത് കഴിഞ്ഞിട്ട് എന്താണ് കുളിമുറിയിൽ പോയി കുളിച്ച് ഉടുപ്പ് മാറ്റി വരാനും പറഞ്ഞു. ഒരു പഴയ മാക്സിയും അടിയുടുപ്പും അവർ അക്കമ്മയ്ക്ക് നീട്ടി. മാക്സി ഇവിടത്തെ ചേച്ചിയുടെ കുട്ടിക്കാലത്തേതായിരിക്കുമെന്ന് അവൾക്ക് എളുപ്പം മനസ്സിലായി. അതിൽ നിന്ന് സുഗന്ധം ഒരു മൂളിപ്പാട്ട് പോലെ ഉയരുന്നുണ്ട്. വീടിന്റെ പിറകുവശത്തെ കുളിമുറിയിലേക്ക് നടക്കുമ്പോഴാണ് തെങ്ങിൻ തോപ്പ് അവളുടെ കണ്ണിൽ തടഞ്ഞത്. കടവുളെ എത്രയെത്ര തെങ്ങുകൾ, ഒരു വലിയ പന്തലിട്ടതുപോലെ. അപ്പോൾ അവൾ കുളിക്കാൻ പോയപ്പോഴാണ് എന്താണ് തെങ്ങിൻ തോപ്പ് കണ്ടതല്ലേ. എന്നിട്ട് അവൾക്ക് എന്താണ് കൊടുത്തത്? ഒരു പഴയ മാക്സി, അവിടുത്തെ ആരുടെയോ പഴയ മാക്സി. അപ്പോൾ അതിൽ നിന്ന് അവൾക്ക് എന്താണ് നല്ല ഗന്ധവും കിട്ടുന്നുണ്ടായിരുന്നു. എത്രയെത്ര തെങ്ങുകൾ, ഒരു വലിയ പന്തലിട്ടതുപോലെ ഉയരത്തിൽ. ഇത്തരമൊന്നും അവൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
ഇങ്ങോട്ടുള്ള യാത്രയിൽ വഴിയോരത്തെല്ലാം കാടുണ്ടായിരുന്നു. അവ തേങ്കായ്ക്കാടുകളായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടെല്ലാം വരുന്ന വഴിക്കിൽ എന്താണ്, കാടുകൾ ഉണ്ടായിരുന്നു. എന്ത് കാടുകൾ എന്നാണ് പറഞ്ഞത്? തേങ്കായ്ക്കാടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തേങ്ങാക്കാട് അല്ലേ. വരിയൊപ്പിച്ച് നട്ടുപിടിച്ച തോപ്പിലിറങ്ങി നടക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. കുളിക്കട്ടെ ആദ്യം. തണുത്ത വെള്ളം ഉടലിൽ വീണപ്പോൾ കോരിത്തരിച്ചുപോയി. പളുങ്കുവെള്ളം. പിന്നെയും പിന്നെയും കൈക്കുടന്നയിൽ കോരിയെടുത്തു കുടിച്ചു. ചായ വേണ്ട, ഈ വെള്ളം മതി. വെള്ളം, പച്ച വെള്ളം മാത്രം മതി. നീരിന് ഇത്ര തണുപ്പോ? അപ്പോൾ അവൾ എന്താണ് പറഞ്ഞത്? ചായ ഒന്നും വേണ്ട, ഈ നല്ല പച്ചവെള്ളം മാത്രം മതി. ഈ വെള്ളത്തിന് ഇത്രയ്ക്കും തണുപ്പോ എന്ന് അവൾ ആലോചിക്കുകയാണ്. കുളി കഴിഞ്ഞ് സുന്ദരിയായി വന്ന പെണ്ണിനെ കണ്ട് പുഞ്ചിരിയോടെ വീട്ടമ്മ പറഞ്ഞു, ഇപ്പൊ നിന്നെ കണ്ട നിന്റെ പെറ്റമ്മ പോലും തിരിച്ചറിയില്ല. അവൾ നാണിച്ചു, തല താഴ്ത്തി. 10 വയസ്സുകാരിയുടെ പാദങ്ങൾ മറച്ച് നിലത്തുരുമ്മി നിൽക്കുന്ന ഉടുപ്പ് നോക്കി അവർ പറഞ്ഞു, ഇത് ഇട്ടുകൊണ്ട് നിനക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ആവട്ടെ, ഒന്ന് ചുരുക്കി കുത്തിക്കോളൂ അരയിൽ. അവൾ ഉടുപ്പ് മാടിക്കയറ്റി മുണ്ടുപോലെ അരയിൽ മുറുക്കി. അപ്പോൾ അവളിട്ടിരുന്ന മാക്സി നിലത്തെ പാദങ്ങളും മറച്ച് നിലത്തുരുമ്മി തറയിൽ തട്ടി നിൽക്കുന്നത് കൊണ്ടിട്ടാണ് അവർ പറഞ്ഞത്, എന്താണ്, ഇതിട്ടുകൊണ്ട് നിനക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല, നാളെ ആവട്ടെ, ഒക്കെ ശരിയാക്കാം. ഇപ്പം എന്താണ്, ഇതൊന്ന് ചുരുക്കി കൊടുത്തോളാൻ പറഞ്ഞപ്പോൾ അവളത് ചെയ്യുകയും ചെയ്തു. അടുക്കളയിലെ പാത്രങ്ങൾ കഴുകി കമഴ്ത്തി തൂത്തു തുടച്ചപ്പോൾ അവൾ ചോദിച്ചു, അമ്മ, ഞാൻ തേങ്കായ് പെറുക്കി കൂട്ടട്ടെ? അടുക്കളയിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം അവൾ എന്താ ചോദിച്ചത്? ഞാൻ തേങ്ങകളൊക്കെ പെറുക്കി കൂട്ടട്ടെ എന്ന്. ഓ, പിന്നെ ആവാം, നല്ല മഴ വരണുണ്ട്. നിനക്ക് വേണേൽ അടുക്കളയിൽ നിന്നൊരു തേങ്ങാപ്പൂൾ എടുത്ത് തിന്നോ. അപ്പോൾ തേങ്ങാപ്പൂൾ എടുത്ത് തിന്നോളാനും പറഞ്ഞു അല്ലേ. വേണോ? ഇപ്പം വേണ്ട. തേങ്ങ തിന്നാനുള്ള കൊതി കൊണ്ടല്ല പറഞ്ഞത്. അക്കമ്മ അത്തരം ഒരു കൊതിച്ചിക്കോതയൊന്നുമല്ല. തെങ്ങും തേങ്ങയും സ്വന്തമായിട്ടില്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണ് അവൾ വന്നു ചേർന്നതെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ അമ്മത്തേവർക്ക് നേദിക്കാൻ അപ്പൻ അവൾക്ക് കൊല്ലത്തിലൊരിക്കൽ ഒരു തേങ്ങ മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ കൊല്ലത്തിലൊരിക്കലാണ് ഒരു തേങ്ങ മേടിച്ചു കൊടുക്കുന്നത്. അതും എന്തിനാണ്? അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെ, നേദിക്കാൻ വേണ്ടിയിട്ട്. ഉണങ്ങി മെല്ലിച്ച് ഒരു കാട്ടുപുന്നക്കായോളം പോന്ന ഒന്ന്. അപ്പൻ കാവൽ നോക്കുന്ന വലിയ തോപ്പ് കാച്ചു തുടങ്ങിയിട്ടില്ല. രാത്രി കോണിച്ചോട്ടിലെ കുടുസുമുറിയിൽ കിടക്കുമ്പോൾ അവൾക്ക് നേരിയ ഭയം തോന്നി. കോണിച്ചൂടെന്ന് പറഞ്ഞ സ്റ്റെപ്പിന്റെ താഴെ ഉള്ള കുടുസുമുറിയിൽ കിടക്കുമ്പോൾ അവൾക്ക് കുറച്ച് ഭയം തോന്നി. വീട്ടമ്മ വാതിലുകളും ജനലുകളും ഓരോന്നടച്ചു പൂട്ടുന്നത് അവൾ അറിഞ്ഞു. തന്നെ ഒരു പെട്ടിയിലിട്ട് പൂട്ടി, പിന്നെ വലിയ വലിയ പെട്ടികളിൽ ഒതുക്കി. ഓരോ താഴും പൂട്ടുകയാണ് എന്ന് കുട്ടി പേടിച്ചു. പാറക്കുന്നുകൾ വളഞ്ഞു തടങ്കിലാക്കിയ തൻ്റെ ഗ്രാമത്തെയും പരസ്പരം കൈകോർത്തു പിടിച്ച് ഭൂമിയിൽ അമർന്നു കിടക്കുന്ന കുടിലുകളെയും അവൾ ഓർത്തു. അപ്പോൾ അവളുടെ ഗ്രാമത്തെക്കുറിച്ചൊക്കെ അവൾ ഓർക്കുകയാണ്. തമ്മാമിൽ പൊത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആരോ തന്നെ റാഞ്ചിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അടച്ചു പൂട്ടിയിരിക്കുന്നു. തമ്മാമിൽ എന്ന് പറഞ്ഞാൽ തമ്മിൽ പൊത്തിപ്പിടിച്ചു എന്നതായിരിക്കണം. അപ്പോൾ അവിടെ നിന്നാണ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് അടച്ചു പൂട്ടി ഇട്ടതെന്നും അക്കമ്മ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്കിതിൻ്റെ ബാക്കിയുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ ടു എക്സലൻറ്റ് ലംബ ഓൺലൈൻ.